നമസ്കാരം. ഈ വർഷത്തെ വിഷു ഫലങ്ങളിലേക്ക്, അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മേടം 1 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയാൽ പൂർവ്വം 7 നാഴിക 25 വിനാഴികയ്ക്ക് 3 മണി 21 മിനിറ്റിന് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയും വരാഹക്കരണവും വജ്രനാമനിത്യ യോഗവും കൂടുന്ന സമയത്ത് കുംഭം രാശിയോദയ സമയേ ഭൂമി ഭൂതോദയം കൊണ്ട് മഹാവിഷു സംക്രമം. ഈ വർഷത്തെ പൊതു വിഷുഫലം നോക്കുകയാണെങ്കിൽ ധാന്യസമൃദ്ധി, ലോകാഭിവൃദ്ധി, എന്നാൽ കലഹം, ദുർമരണങ്ങൾ, അനാവൃഷ്ടി, രാജാക്കന്മാർക്ക് യശോവൃദ്ധിയും കാണുന്നുണ്ട്. എന്നാൽ വർഷം 2 പറ വർഷമാണ്. കാലവർഷം 2 പറയാകയാൽ 20ൽ 10 ഭാഗം സമുദ്രങ്ങളിലും 6 ഭാഗം വനപർവ്വത മേഖലകളിലും വർഷിക്കുന്നത് കണക്കാക്കുമ്പോൾ വർഷം 4 ഇടങ്ങഴിയാണ് ബാക്കിയുള്ള മേഖലകളിൽ ലഭിക്കുന്ന കാലവർഷം. ഇത്തവണ മേടസംക്രമം ഞായറാഴ്ച ആയതിനാൽ സ്വൽപ്പവൃഷ്ടിയും വിഷു ചോതി നക്ഷത്രവും ആകയാൽ വർഷക്കുറവുമാണ് കാണുന്നത്. കൂടാതെ വരാഹക്കരണത്തിലായതുകൊണ്ട് തന്നെ അഗ്നിഭയം, യുദ്ധം, എന്നാൽ സസ്യാഭിവൃദ്ധിയും മറ്റു തരത്തിലുള്ള സമൃദ്ധികളും കാണുന്നുമുണ്ട്. ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യം, ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശമോ യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഇനി സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക്. ഓരോ ജന്മനക്ഷത്രത്തിലും ജനിച്ചവരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വിഷുഫലത്തിൽ പ്രതിപാദിക്കുന്നുള്ളൂ. ഒരു വർഷത്തെ മുഴുവൻ ഗുണദോഷ ഫലങ്ങളും പറയുക സമയക്കുറവ് മൂലം അപ്രായോഗികമാണ്. വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം, ജീവിത പങ്കാളി, സന്താനങ്ങൾ, കുടുംബം, ജോലി, ബിസിനസ്, ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, വഴിപാടുകൾ എന്നിവ തരംതിരിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. ചോതി നക്ഷത്രം. ഈ വർഷം നിങ്ങൾ മുൻപുണ്ടായിരുന്ന അനാവശ്യ ചെലവുകളും ആഡംബര ഭ്രമവും ഒഴിവാക്കി കുറെ കൂടി ചിലവ് ചുരുക്കിയുള്ള സാമ്പത്തിക അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു ജീവിത രീതിയാണ് പിന്തുടരുന്നത്. വളരെ ഉയർന്ന സാമൂഹിക സ്ഥിതികളും ഉന്നത പദവികളും ലഭിക്കുന്ന വർഷമാണ്. ഏത് രംഗമായാലും നല്ല ഉയർച്ചയാണ് ഫലം. സാമ്പത്തിക പുരോഗതി, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ എന്നിവ ഉണ്ടാകുന്നു. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില അധർമ്മ പ്രവൃത്തികളിലൂടെ ദുഷ്പേര്, മറ്റുള്ളവരുടെ വിമർശനങ്ങൾ എന്നിവ നേരിടേണ്ടി വരുമെന്നതിനാൽ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. മേടം, ഇടവം, മിഥുനം മാസങ്ങളിൽ കുടുംബപുഷ്ടി, ഉയർന്ന സ്ഥാനമാനങ്ങൾ, എന്നാൽ മേലധികാരികളുടെ അപ്രീതി, ജോലി കർമ്മരംഗങ്ങളിൽ മാറ്റം എന്നിവ കാണുന്നു. കർക്കിടകം, ചിങ്ങം, കന്നി മാസങ്ങളിൽ ചില മനക്ലേശങ്ങൾ, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ, എന്നാൽ ദാനധർമ്മങ്ങൾ നടത്തുക എന്നീ പുണ്യപ്രവൃത്തികളും ഉണ്ടാകുന്നു. നിങ്ങൾക്ക് വിവാഹം, പ്രിയജനാനുകൂല്യം എന്നിവ കാണുന്നുണ്ട്. ഈ ഏപ്രിൽ മാസം കഴിഞ്ഞ് നിങ്ങളെടുക്കുന്ന പക്വതയോടുകൂടിയ സമീപനത്തിലൂടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതും അത് തുടർന്നുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ സമൂലം മാറ്റുകയും ചെയ്യുന്നതായാണ് കാണുന്നത്. ഈ വർഷ മധ്യത്തിൽ തന്നെ ജനപ്രീതി, ചെറിയ തോതിലുള്ള അലസത ഉണ്ടെങ്കിലും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ച നേട്ടങ്ങൾ, പുതിയ കർമ്മപഥങ്ങൾ എന്നിവയും ഉണ്ടാകുന്നു. പൊതുവെ സംതൃപ്തമായ കുടുംബജീവിതമാണ് നയിക്കുന്നത്. നിങ്ങൾ പുതിയ ഭവനത്തിലേക്ക് പ്രവേശനം നടത്തുന്നതാണ്. ധനലാഭം, അന്യദേശവാസം എന്നിവ ഉണ്ട്. ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ സിനിമ, കല, സാഹിത്യം എന്നീ രംഗങ്ങളിൽ നന്നായി ശോഭിക്കും. വർഷാവസാന പാദങ്ങളിൽ ശത്രുപീഡ, മനക്ലേശം,
ദേഹാരിഷ്ടതകൾ എന്നിവ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ മേടം, ഇടവം, മിഥുനം മാസങ്ങളിൽ കർമ്മപുരോഗതി, കലഹങ്ങൾ, സാമ്പത്തിക ശ്രേയസ് എന്നിവ ഉണ്ടാകുന്നു. കർക്കടകം, ചിങ്ങം, കന്നി മാസങ്ങളിലോ വിദ്യാഗുണം, സൗഭാഗ്യം, ശാസ്ത്രകലാവിദ്യകളിൽ ഉയർച്ച എന്നിവ ഉണ്ടാകുന്നു. കൂടാതെ ഇഷ്ടകാര്യവിജയം, ബന്ധുജനക്ലേശം, ചില സാമ്പത്തിക പ്രയാസങ്ങൾ, കാര്യമായിട്ടുള്ളതല്ല, ചില സാമ്പത്തിക പ്രയാസങ്ങൾ എന്നിവ ഉണ്ടാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷമധ്യ അവസാന പാദങ്ങളിൽ പൂർണ്ണമായ ആഗ്രഹ സഫലീകരണം, ഉയർന്ന സ്ഥാനലബ്ധി, വിഭവപുഷ്ടി എന്നിവ ഉണ്ടാകുന്നതായി കാണുന്നു. അതേസമയം തന്നെ ചില നേത്രരോഗങ്ങൾക്കുള്ള സാധ്യത കാണുന്നത് കൊണ്ട് ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ ഉള്ള അശ്രദ്ധ തീരാ ദുഃഖങ്ങളിലേക്കും വിഷമതകളിലേക്കും നയിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും, ചികിത്സാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയോ അലസതയോ പാടുള്ളതല്ല. വളരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായുള്ള ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വ്യാപാര മേഖലകളിൽ നിന്നുള്ള വരുമാനം കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ പാടെ ഉപേക്ഷിച്ച് നിലവിലുള്ള കാര്യങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് നല്ലത് എന്ന് സ്വയം തിരിച്ചറിയുന്ന സമയമാണിത്. ഭാവിയിൽ തനിക്ക് വന്നേക്കാവുന്ന സാമ്പത്തിക പ്രയാസങ്ങളും തടസ്സങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ മുതൽ തന്നെ സാമ്പത്തിക രംഗങ്ങളിൽ നിഷ്കർഷത പുലർത്തുന്നത് ഗുണം ചെയ്യും. തങ്ങളുടെ അവതരണ ശൈലിയിലും പെരുമാറ്റത്തിലും ചില നവീകരണം നടത്തുന്നതിൽ കൂടി ലഭിക്കുന്ന സ്വീകാര്യതയും കൂടുതൽ കർമ്മഫലങ്ങളും ജീവിതത്തിൽ പ്രതീക്ഷകൾ തരുന്നു. അനാരോഗ്യകരങ്ങളായ കാര്യങ്ങളിൽ നിന്നും പിന്മാറുന്നതായി കാണാം. തനിക്കുള്ള ചില ദുശീലങ്ങൾ പാടെ ഉപേക്ഷിക്കുന്നതായി കാണാവുന്നതാണ്. ദുശീലങ്ങളും അനാരോഗ്യകരമായിട്ടുള്ള ശീലങ്ങളും ഉപേക്ഷിക്കുന്നു എന്ന്, അതായത് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതായി കാണാം. ഇനി ജോലി കർമ്മരംഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോ കുറച്ചുകൂടി കാര്യഗൗരവത്തോടു കൂടിയുള്ള നയതന്ത്രപരമായ സമീപനമോ കാണിച്ചില്ലെങ്കിൽ ജോലി നഷ്ടം, മാനസിക സാമ്പത്തിക ക്ലേശങ്ങൾ എന്നിവ കാണുന്നുണ്ട്. കുടുംബത്തിലുള്ളവരുമായി ഒത്തുപോവാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹം നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതേസമയം കുടുംബസമാധാനം, സൽസന്താനങ്ങൾ എന്നിവ ജീവിതത്തിൽ സന്തോഷാനുഭവങ്ങൾ തരുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മാനസിക സന്തോഷം അനുഭവിക്കാനിടയാവുന്നു. അടുത്ത ജനുവരി മാസം മുതൽ 2026 ജനുവരി മാസം മുതൽ കർമ്മങ്ങളിലെ അത്ഭുതകരങ്ങളായ മാറ്റങ്ങളും ഗുണഫലങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വളരെ വലിയ സമൂലമായ ജീവിത പുരോഗതിയും സമാധാനപരവുമായുള്ള ജീവിതം മുൻകൂട്ടി കണ്ട് ഈ വർഷം മുതൽ തന്നെ അനുയോജ്യമായ വിധത്തിൽ ജീവിത രീതികളിലും കർമ്മ പദ്ധതികളിലും മാറ്റം വരുത്തേണ്ടതാണെന്ന് ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. പ്രധാനമായും ചില വന്യമായ സാമ്പത്തിക കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. തങ്ങളുടെ പദ്ധതികളിൽ, കർമ്മ പദ്ധതികളിൽ ശ്രദ്ധ വേണം. ഹ്രസ്വകാല ചൂതാട്ടത്തിൽ നിന്നോ ഓൺലൈൻ ഓഹരി ബിസിനസ്സുകളിൽ നിന്നോ വ്യത്യസ്തമായി ദീർഘകാല ആസൂത്രണത്തിൽ നിന്നാണ് നിങ്ങളുടെ മികച്ച ജോലി കർമ്മരംഗങ്ങളിലെ സാധ്യതകൾ ലഭിക്കുന്നതെന്നാണ് കാണുന്നത്. അതുകൊണ്ട് അതുപോലെയുള്ള ഹ്രസ്വകാല ചൂതാട്ടങ്ങളോ ഓഹരി ബിസിനസ്സുകളോ ചെയ്യുന്നത് അനുചിതമാണെന്നാണ് കാണുന്നത്. കുറഞ്ഞ അപകട സാധ്യതയുള്ള ജോലികൾ തിരഞ്ഞെടുക്കാം. താങ്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ആരെയും വേദനിപ്പിക്കരുത്. തൻ്റെ ജീവിതോർജം ലാഭിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുക. മാതൃസ്ഥാനത്തുള്ളവർക്ക് ശാരീരിക ക്ലേശങ്ങൾ, അസുഖങ്ങൾ, ആരോപണങ്ങൾ എന്നിവ കാണുന്നുണ്ട്. അനുഭവങ്ങളല്ലാത്ത ജോലി, ബിസിനസ് കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നതാണ് അഭികാമ്യം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായി ജോലി കർമ്മസംബന്ധമായി ഒത്തുപോവാൻ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ജോലി സ്ഥിരതയ്ക്ക് സഹായകമാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ പാടെ ഉപേക്ഷിക്കുന്നതും
കുറച്ചു കാലത്തേക്കെങ്കിലും ഗുണം ചെയ്യും. പിതൃസ്ഥാനത്തിലുള്ളവരിലൂടെ ഉണ്ടാകുന്ന വിഷമങ്ങൾ, മനക്ലേശങ്ങൾ തുടങ്ങിയവ ജീവിതത്തിൽ ഉടനീളം നിരാശയുണ്ടാക്കുന്നതായി തെളിയുന്നുണ്ട്. സൗഹൃദങ്ങളിലൂടെയും അടുത്ത ബന്ധുക്കളിലൂടെയും ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കൈവരുന്നതായും തെളിയുന്നു. സഹോദര സ്ഥാനങ്ങളിലുള്ളവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും എന്നാൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സൗഹൃദങ്ങൾക്ക് ചില ചെറിയ പൊരുത്തക്കേടുകളും കാണുന്നുണ്ട്. നവഗ്രഹ ക്ഷേത്രങ്ങളിലോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ പോയി പ്രാർത്ഥിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് കാണുന്നു. തട്ടകത്തെ ദേവീക്ഷേത്രത്തിൽ പിതൃസ്ഥാനത്തുള്ളവർക്ക് വേണ്ടി വഴിപാടുകൾ നടത്തുന്നതും ഏറെ ഗുണഫലങ്ങൾ തരുന്നു. മറ്റുള്ളവരിൽ നിന്നും ആരോപണങ്ങൾക്കും പരിഹാസങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ പരമാവധി ഒഴിഞ്ഞു മാറുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. എല്ലാവർക്കും അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ ആചാര്യന്മാരുടെ വിഷു പുതുവത്സരാശംസകൾ നേരുന്നു. സർവൈശ്വര്യ സമ്പന്നമായ ഒരു വിഷു ആവട്ടെ ഇത്തവണ. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അർഹത നേടിത്തരാനും ഈശ്വരൻ നിയോഗിക്കപ്പെട്ട ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ്, വിദേശയാത്ര, പ്രണയം, വിവാഹം, കുടുംബം, സന്താനങ്ങൾ തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങളും സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുവാനും ജീവിത പുരോഗതിയിലേക്ക് നയിക്കപ്പെടാനുമുള്ള ഭാവി കാര്യങ്ങൾ, ഭാവി കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുമായി ഇന്നു തന്നെ ഞങ്ങളെ ബിസിനസ് വാട്സപ്പിൽ കൂടിയോ ഇമെയിലിൽ കൂടിയോ ബന്ധപ്പെടും. ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.